Hallelujah. Hallelujah. You know, the book of Deuteronomy, ആവർത്തന പുസ്തകം we need not go there right now. ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. This book was written ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് because an entire generation perished in the wilderness. ഒരു പൂർണ്ണമായിട്ടുള്ള തലമുറ തന്നെ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നശിച്ചു പോയതുകൊണ്ടാണ്. And a new generation is taking over. ഒരു പുതിയ തലമുറ ഏറ്റെടുക്കുകയാണ്. The word Deuteronomy comes from the word ആവർത്തന പുസ്തകം അല്ലെങ്കിൽ ഡ്യൂട്രോണമി എന്ന് പറയുന്ന വാക്ക് വരുന്നത് it means second law or repeated law. രണ്ടാമതായിട്ടുള്ള നിയമം അല്ലെങ്കിൽ ആവർത്തിക്കുന്നതായിട്ടുള്ള നിയമം എന്നുള്ള അർത്ഥത്തിലാണ്. And so God had to repeat what he said. അതുകൊണ്ട് ദൈവം പറഞ്ഞത് തനിക്ക് ആവർത്തിക്കേണ്ടതായി വന്നു. God had to repeat what he said to the previous generation. God had to repeat it again. മുൻപുള്ള തലമുറയോട് ദൈവം പറഞ്ഞത് ദൈവത്തിന് ആവർത്തിക്കേണ്ടതായി വന്നു. You know, such a sad situation. അത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. And as a parent, sometimes we're going to repeat certain things. ചിലപ്പോൾ മാതാപിതാക്കളാകുമ്പോൾ നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വരാറുണ്ട്. And so in Deuteronomy, here is the second law. God is repeating what he said. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ ദൈവം വീണ്ടും ആ നിയമം ആവർത്തിക്കുകയാണ്. Can you imagine what God spoke so serious was taken carelessly by the previous generation? നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അതായത് ദൈവം വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞ നിയമം അത് മുൻപത്തെ തലമുറ ലാഘവത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത്. That generation forgot everything what God spoke. ദൈവം പറഞ്ഞതെല്ലാം ആ മുൻപത്തെ തലമുറ മറന്നുപോയി. A generation that forgot everything perished in the wilderness. ആ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയ തലമുറ എന്ന് പറയുന്നത് മരുഭൂമിയിൽ നശിച്ചുപോയി. That is an example for us. അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. Because the generation forgot. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള തലമുറ അതിനെക്കുറിച്ച് പറയുകയാണ്. And Lord allowed them to perish in the wilderness. ദൈവം ആ തലമുറ അവർ മരുഭൂമിയിൽ തകർന്നു പോകുവാൻ നശിച്ചു പോകുവാൻ അനുവദിച്ചു. They did not remember the words of the Lord. അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള കൽപ്പന ഓർത്തില്ല. Now God is calling another generation. ഇപ്പോൾ ദൈവം അടുത്ത ഒരു തലമുറയെ വിളിക്കുകയാണ്. And God is calling and God is calling Joshua. ദൈവം യോശുവയെ വിളിക്കുകയാണ്. And when God calls Joshua, ദൈവം യോശുവയെ വിളിക്കുമ്പോൾ God says that just like I chose Moses, so I will be with you. മോശയോട് കൂടെ ഞാൻ എപ്രകാരമായിരുന്നുവോ അതുപോലെ ഞാൻ നിന്നോട് കൂടി ആയിരിക്കുമെന്ന് പറയുകയാണ്. And they first crossed the river Jordan. അവർ ആദ്യം യോർദാൻ അക്കരെ കടന്നു. And that was in Joshua chapter 3. അത് യോശുവയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലാകും. And in Joshua chapter 4, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം and it came to pass, in verse 1 it says like this. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയും. And it came to pass when all the people had completely crossed over the Jordan, that the Lord spoke to Joshua saying, take for yourselves 12 men from the people, one man from every tribe, and command them saying, take for yourselves 12 stones from here out of the midst of Jordan, from the place where this priest's feet stood firm. You shall carry them over with you and leave them in the lodging place where you lodge tonight. ജനമൊക്കെയും യോർദാൻ കടന്ന് തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പിൻ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. You know, Jordan was like the entrance point of the promised land. യോർദാൻ എന്ന് പറയുന്നത് വാഗ്ദത്ത ദേശത്തേക്കുള്ള ആ പ്രവേശന ഭൂമിയായിരുന്നു. So after 40 years in the wilderness, now they have crossed the entrance point. ഈ 40 വർഷമുള്ള മരുഭൂമിയിലുള്ള യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ അവർ ആ വാഗ്ദത്ത ദേശത്തിന്റെ പ്രവേശനത്തിന്റെ ആ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. And after crossing over, God is telling them that, and God is now telling them, go back, and for 12 of you should go back. എന്നാൽ ആ യോർദാൻ അക്കരെ കടന്നതിന് ശേഷം ദൈവം പറയുകയാണ് നിങ്ങൾ മടങ്ങി പോകണം എന്ന് പറയുകയാണ്. And go back to the midst of Jordan. 12 പേരോട് പറയുകയാണ് യോർദാന്റെ നടുവിലേക്ക് പോകണം. And pick up 12 stones from there. 12 കല്ലുകൾ അവിടുന്ന് എടുക്കണമെന്ന് പറയുകയാണ്. Hallelujah. Hallelujah. You know, these 12 stones are to be a memorial for you. ഈ 12 കല്ലുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഓർമ്മയുടേതായിട്ടുള്ള ഫലകമായിരിക്കണം. Memorial, so that you can tell the next generation. അത് നിങ്ങൾക്കുള്ള ഒരു അടയാളമാണ് അടുത്ത തലമുറയോട് പറയുവാനായി. You may tell them that the waters of the Jordan were cut off before the ark of the Lord. അതായത് അടുത്ത തലമുറയോട് പറയാനായിട്ട് യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞു എന്നുള്ളത്. That happened in Joshua chapter 3. അത് യോശുവയുടേതായുള്ള പുസ്തകം 3-ാം അധ്യായത്തിൽ സംഭവിച്ചു. So you know, when after all these years of wilderness, now they are getting into the promised land. ഈ മരുഭൂ യാത്രയുടേതായുള്ള അവസാനം ഇപ്പോൾ അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് അടുത്തു
വരികയാണ്. And this telling you take these 12 stones. അപ്പോൾ ദൈവം പറയുകയാണ് ഈ 12 കല്ലുകൾ എടുക്കുക. When you see these 12 stones, ഈ 12 കല്ലുകൾ നിങ്ങൾ കാണുമ്പോൾ you will remember the miracle that happened in Jordan. യോർദാനിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കും. You will not forget the Lord your God. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ You മറന്നുപോകില്ല. will remember the Lord the Lord your God. നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ നിങ്ങൾ ഓർക്കും. Today my topic is to remember God. ഇന്ന് എന്റേതായിട്ടുള്ള ഈ ദൂതെന്ന് പറയുന്നത് ദൈവത്തെ ഓർക്കുക When എന്നുള്ളതാണ്. God wants us to remember Him. ദൈവത്തെ ഓർക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ Hallelujah. Hallelujah. You know, when we go into that land that flows with milk and honey, പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് നാം പോകുമ്പോൾ we can forget of the wilderness that we had. ഒരുപക്ഷെ നമുക്കുണ്ടായ മരുഭൂയാത്രയെ കുറിച്ച് നാം മറന്നുപോകും. We can forget the Jordan that we had. നമുക്കുണ്ടായിരുന്ന യോർദാനെ കുറിച്ച് ഒരുപക്ഷെ നാം മറന്നുപോകും. We can forget the mighty works of God. നമുക്ക് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നാം മറന്നുപോകാം. And we take it very casually. അത് നമ്മൾ നിസ്സാരമായി കരുതുന്നു. Hallelujah. Hallelujah. Today the Lord wants us as a church to remember His goodness. ഇന്ന് ദൈവം സഭയായി കൊണ്ട് ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് നാം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. All of us sitting here, I want you to take a few minutes to remember how the Lord called you. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന സകലരും ദൈവം എപ്രകാരം നിങ്ങളെ വിളിച്ചു എന്നുള്ളതിനെ കുറിച്ച് അല്പനിമിഷം എടുത്ത് ഓർത്താട്ടെ. If we don't remember the goodness of our heart, we are heading for hardness of heart. നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഹൃദയത്തിന്റെ നന്മയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കഠിന ഹൃദയരാകുന്ന ആ യാത്രയിലായിരിക്കും. Hallelujah. Hallelujah. All of you, God has called you from your wilderness. നിങ്ങൾ എല്ലാവരെയും ദൈവം മരുഭൂമിയുടെ യാത്രാനുഭവത്തിൽ നിന്ന് ദൈവം നിങ്ങളെ The വിളിച്ചിരിക്കുന്നു. Bible says, while we were still sinners, Christ called us. തിരുവചനം പറയുന്നത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളത്. Christ died for us. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. We need to look back നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. and see from the heights, from the depths that He took us from. ദൈവം എപ്രകാരമുള്ള താഴ്ചയിൽ നിന്ന് നമ്മെ വിളിച്ച് എടുത്തു എന്നുള്ളത് നമുക്ക് The മനസ്സിലാകും. heights of our arrogance, the Lord has humbled us. നമ്മുടേതായിട്ടുള്ള ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് ദൈവം നമ്മെ When താഴ്മപ്പെടുത്തി. we were headed for hell, God delivered us. നാം നരകത്തിലേക്ക് പോകുന്ന വഴി കർത്താവ് നമ്മെ വിടുവിച്ചു. When we were headed for a godless life, God delivered us. ദൈവമില്ലാത്ത ജീവിതത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം നമ്മെ കണ്ടുമുട്ടി. When we had sickness, He healed us. നമുക്ക് അസുഖമുണ്ടായിരുന്നപ്പോൾ ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തി. When we had prayer requests, He answered from heaven. നമുക്ക് പ്രാർത്ഥനാവശ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ദൈവം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരം നൽകി. When we saw that nobody could help us, God helped us. ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സാഹചര്യത്തിൽ ദൈവം നമ്മെ സഹായിച്ചു. For all of us, He has become the Father. നമുക്കെല്ലാവർക്കും ദൈവം പിതാവായി തീർന്നു. For some of us, He's become like that loving mother. നമുക്ക് ചിലർക്ക് ദൈവം സ്നേഹിക്കുന്ന അമ്മയായി മാറി. For many of us, He's like that friend. നമ്മിൽ പലർക്കും ദൈവം സുഹൃത്തിനെ പോലെയാണ്. But yet we forget how God humbled Himself. എങ്കിലും നാം മറന്നുപോകുന്നു ദൈവം എപ്രകാരം തന്നെ തന്നെ താഴ്ത്തി എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. നന്ദി യേശുവേ. We need to look back നാം തിരിഞ്ഞു നോക്കേണ്ടത് so ആവശ്യമാണ്. that memories would become a memorial to the Lord. അതുകൊണ്ട് ഓർമ്മകൾ ദൈവത്തിന് ഒരു അപ്രകാരം ഒരു അടയാളമായി മാറും. And we need to use our mouth to thank God. അത് ഉപയോഗിച്ച് അപ്പോൾ ദൈവത്തിന് നമ്മുടെ അധരങ്ങൾ ഉപയോഗിച്ച് നന്ദി പറയേണ്ടത് You know, ആവശ്യമാണ്. the Bible says that take the 12 stones from the place where the priest stood firm. തിരുവചനം പറയുകയാണ്, അതായത് പുരോഹിതന്മാർ ഉറച്ചു നിന്ന ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ 12 കല്ലെടുക്കണമെന്ന് പറയുകയാണ്. If you look into Joshua chapter 3, it was a flooding time. The waters of Jordan was overflowing. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം നോക്കുകയാണെങ്കിൽ അവിടെ ആ വെള്ളപ്പൊക്കത്തിൻ്റെതായിട്ടുള്ള സമയമാണ്. അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. But the Bible says, where the priest stood firm, take stones from there. എന്നാൽ ആ പുരോഹിതന്മാർ ഉറച്ചു നിന്ന ആ സ്ഥലത്ത് നിന്ന് കല്ലെടുക്കുവാനായിട്ട് When പറയുകയാണ്. you thought that the flood is going to destroy you, ആ വെള്ളപ്പൊക്കം നിങ്ങളെ തകർക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച സമയത്ത് the Lord you put your feet very firm to the ground. ദൈവം നിങ്ങളുടെ കാലുകൾ ആ നിലത്ത് ഉറപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. You know, why is the Lord telling you to go back? എന്തുകൊണ്ട് ദൈവം നിങ്ങളോട് പുറകോട്ട് നോക്കുവാൻ പറയുന്നു? Because he knows that we're going into the blessing. കാരണം ദൈവത്തിന് അറിയാം നാം അനുഗ്രഹത്തിലേക്കാകുന്നു പോകുന്നത്. And we can easily forget God when we are in the midst of the blessing. നാം അനുഗ്രഹങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവത്തെ മറക്കുവാൻ എളുപ്പമാണ്. Hallelujah. Hallelujah. That is why it is so important when you're going into a blessing, when you're going into the fulfilled promise, wait a minute, go back and think about from where
where God delivered you. അതുകൊണ്ടാകുന്നു നാം അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിലേക്ക് നാം പോകുമ്പോൾ എവിടെ നിന്നു നാം വന്നു എന്ന് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Parents here, Joshua is instructing, tell them this to your children. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ യോശുവയോട് നിങ്ങളുടെ മക്കളോട് പറയുക. Tell them. So I want to tell the church, tell from where, how God delivered you from your sin, how God delivered you from your previous situations that you were in. സഭയോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ എപ്രകാരം പാപത്തിൽ നിന്ന് വിടുവിച്ചു, നിങ്ങളുടെ മുമ്പത്തെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാട്ടെ. Tell that to your children. അത് നിങ്ങളുടെ മക്കളോട് പറഞ്ഞാട്ടെ. In verse 6 it says, this shall be a sign among you when your children ask in time, say, what do these stones mean to you? Then you shall answer them, the waters of Jordan were cut off from the ark of the covenant of the Lord. When it crossed to the Jordan, the waters of the Jordan were cut off. And these stones shall be a memorial to the children of Israel forever. ഇത് ആറാമത്തെ അധ്യായത്തിൽ പറയുക, ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. You and I, we have a responsibility. എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. When we are going into that promised land, നാം ആ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ yet take a minute to pause. നാം അല്പസമയം നിൽക്കുവാനായിട്ട് സമയമെടുക്കണം. Pause. അല്പസമയം ഒന്ന് നിൽക്കുവാൻ, And think about, ചിന്തിക്കുവാൻ. Lord, from where have you delivered me? I am so thankful. ദൈവമേ, എവിടെ നിന്ന് അങ്ങ് വിടുവിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനാകും. Hallelujah. ഹല്ലേലൂയ. I want all of us to raise our hands into heaven ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി and say, God, I want to thank you. കർത്താവേ, ഞാൻ നന്ദി God, പറയുന്നു. I want to thank you, Lord. നന്ദി പറയുന്നു കർത്താവേ. When I was really lost, കർത്താവേ, എല്ലാം നഷ്ടമായ സ്ഥിതിയിൽ you picked me up. കർത്താവ് എന്നെ എടുത്തു. When the flood was coming in, കർത്താവേ, ആ വെള്ളപ്പൊക്കം അകത്തേക്ക് വന്നപ്പോൾ you picked me up. കർത്താവ് എന്നെ എടുത്തു. There is one person here ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, who's been crying out അദ്ദേഹം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, because you have lost your loved one. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടമായതുകൊണ്ട്. Yet the Lord kept you for so many years. അപ്പോഴും കർത്താവ് ഇത്രത്തോളം നിങ്ങളെ നടത്തി. The Lord is saying, I remember those days. ദൈവം പറയുന്നു, ഞാൻ ആ ദിനങ്ങൾ ഓർക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. I have picked you up. ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. I have never let you go. ഞാൻ ഒരിക്കലും നിന്നെ വിടുകയില്ല. Thank you, Jesus. ഹല്ലേലൂയ. നന്ദി Thank യേശു. you, Father. നന്ദി പിതാവേ. Hallelujah. Can we be thankful to the Lord today morning? ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ കഴിയും. When so many in the city is living in darkness, God has given us light today. ഈ പട്ടണത്തിൽ അനേകർ അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം ദൈവം നമുക്ക് Can you say, നൽകിയിരിക്കുന്നു. God, I'm thankful to you. ദൈവത്തോട് പറയാമോ, കർത്താവേ, ഞാൻ അങ്ങയുടെ നന്ദിയുള്ളവരായിരിക്കും. I'm thankful for your mercy today. അങ്ങയുടെ കരുണ നിമിത്തം ഞാൻ നന്ദിയുള്ളവനാകും. Can we just reflect back നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാമോ? from the place where God called us? ദൈവം എവിടെ നിന്ന് നമ്മെ When വിളിച്ചിരിക്കുന്നു? we had no hope നമുക്ക് യാതൊരു പ്രത്യാശയും and when we were ഇല്ലാത്ത heading for hell, നാം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ the Lord picked us up. ദൈവം നമ്മെ എടുത്തു. Thank you, Jesus. നന്ദി യേശുവേ. Why is remembrance so important? എന്തുകൊണ്ട് ഈ ഓർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ്? Why is God saying now to the people of Israel to collect 12 stones? അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് ഈ 12 കല്ലുകൾ എടുക്കുവാനായിട്ട്. Why is God saying so? എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയുന്നു? One is to handle the blessing of the Lord. ഒന്ന്, ദൈവത്തിൻ്റെതായിട്ടുള്ള To handle അനുഗ്രഹത്തിലേക്ക് the blessings of the Lord. ദൈവത്തിൻ്റെതായുള്ള അനുഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ പരിപാലിക്കുവാൻ. They're going to enter the promised land. അവർ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. When they enter into the land, the land flows with milk and honey. അവർ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ There is every chance that they may forget that once they ate manna. അവർ ഒരിക്കൽ മന്ന കഴിച്ചവരായിരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് ഒരു പക്ഷേ എളുപ്പമല്ല. Many of you, after you had your fast and you had your chicken, ഒരു പക്ഷേ നിങ്ങളിൽ പലരും ആ ഉപവാസത്തിന് ശേഷം നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോൾ I'm sure you forgot about the fast that you had. നിങ്ങൾ ആ എടുത്ത ഫാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപവാസത്തെ കുറിച്ച് മറന്നുപോയിട്ടുണ്ടാകാം. So when they're going to enter the land that flows with milk and honey. അതുകൊണ്ട് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവർ പ്രവേശിക്കാൻ പോവുകയാണ്. It's going to be, they are so susceptible to the fact that they can forget God. അതുകൊണ്ട് ദൈവത്തെ മറക്കുവാനുള്ള സാധ്യത അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ
വാഗ്ദത്തത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന സാഹചര്യം കൂടുതലാണ്. Hence the Lord wants every tribe of Israel, when they see that stone, they will know how God had picked them up. അതുകൊണ്ട് ദൈവത്തിന് ഇസ്രായേലിന്റെ ഓരോ ഗോത്രവും അവർ ആ കല്ല് കാണുമ്പോൾ ദൈവം അപ്രകാരം അവരെ വിടുവിച്ചു, തെരഞ്ഞെടുത്തു എന്നുള്ളത് അവർ ഓർക്കുവാനായിട്ട്. How God had helped them to cross Jordan. എങ്ങനെ യോർദാൻ കടക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. Not only that, these stones will also tell that generation that another generation perished in the wilderness. അതോടൊപ്പം തന്നെ ഈ കല്ല് അവരെ ഓർമ്മിപ്പിക്കും, ഈ തലമുറ ഓർമ്മിപ്പിക്കും മറ്റൊരു തലമുറ മരുഭൂമിയിൽ തകർന്നുപോയി എന്നുള്ളത്. So in your success, do take time to acknowledge that your success is from God. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിന്റെ മധ്യേ നിങ്ങൾ സമയമെടുത്ത് എന്റെ വിജയം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് അംഗീകരിക്കുവാനായിട്ടുള്ള സമയമെടുത്താണ്. You better do so, because if you don't do it, a time will come when you will forget God. നിങ്ങൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ മറക്കുന്ന ഒരു സമയം വരും. Your success, your wealth can turn your heart away from God. നിങ്ങളുടേതായിട്ടുള്ള വിജയം, നിങ്ങളുടേതായിട്ടുള്ള സമ്പത്ത്, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുവാൻ ശക്തിയുള്ളതാണ്. Let me tell you this, even your God-given success, your God-given wealth can turn you away from God. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തന്നിരിക്കുന്ന വിജയം പോലും, ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് പോലും നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശക്തിയുള്ളതാണ്. All of Solomon's wealth came from God. ശലോമോന്റെ സകല സമ്പത്തും ദൈവത്തിൽ നിന്ന് വന്നതാണ്. Yet it was what took away, it was that aspect that took Solomon away from God. അത് തന്നെയാണ് ശലോമോനെ ദൈവത്തിൽ നിന്ന് ആ ശലോമോന്റെ ഹൃദയത്തെ മാറ്റിയത്. Let me tell you something that I have understood, that sometimes when your heart turning away from God can be very slow. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം അകന്നു പോകുന്നത് ചില സാഹചര്യങ്ങളിൽ വളരെ പതുക്കെയാണ്. And it can also be, it is not easily noticed. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുമല്ല. And deception is all around us. അതുകൊണ്ട് നമുക്ക് ചുറ്റും ഒരു ചതിവിന്റെയും വഞ്ചനയുടേതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. Your heart going away from God is like a snail going, is like a snail moving. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു ഒച്ച ഇഴഞ്ഞു പോകുന്നത് പോലെയാണ്. Whether it's a snail or a cheetah, it doesn't matter. Both these animals will reach their destination. അത് ഒച്ചാണെങ്കിലും ശരി, ചീറ്റയാണെങ്കിലും ശരി, അത് കുഴപ്പമില്ല. പക്ഷേ ഇവർ രണ്ടുപേരും അവരുടേതായുള്ള ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. So each time you are blessed by God, അതുകൊണ്ട് ഓരോ തവണയും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ what is it that you should do? നിങ്ങൾ എന്ത് ചെയ്യണം? Pause. നിങ്ങൾ അവിടെ ഒരു സമയമെടുക്കുക. Just like in our remote button, there is a pause. റിമോട്ട് കൺട്രോളിൽ ഒരു പോസ് ബട്ടൺ ഉള്ളതുപോലെ Pause your life നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയമെടുക്കുക. and then say, God, I know, Lord, this is from you. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ, ദൈവമേ, ഇത് അങ്ങയിൽ നിന്നാകുന്നു. Let that become a memorial to you. അത് നിങ്ങൾക്ക് ഒരു ജ്ഞാപകമായിരിക്കും. Tell that to your children, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാട്ടെ, so that your children will tell your children's children. അങ്ങനെ നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കളോട് പറയും. That is a generation that God is seeking today. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന തലമുറ അങ്ങനെയാകുന്നു. Tell to the person next to you, do not forget the love of God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുതെന്ന് പറഞ്ഞാട്ടെ. Tell the person next to you, do not forget where God called you from. ദൈവം എവിടുന്ന് നിങ്ങളെ വിളിച്ചു എന്നുള്ളത് മറന്നു പോകരുതെന്ന് പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. The second thing why we must remember, രണ്ടാമതായിട്ട് നാം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കണം എന്നുള്ളത്, when we remember, we become people who fears God. നാം ഓർക്കുമ്പോൾ നാം ദൈവഭയമുള്ളവരാകും. You know, in that same chapter, അതേ അധ്യായത്തിൽ in verse 23, it says like this: 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, For the Lord your God dried up the waters of Jordan before you until you had crossed over, as the Lord your God did to Red Sea, which he dried up before us until we had crossed over, that all the peoples of the earth may know the hand of the Lord that is mighty, that you may fear the Lord your God forever. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുൻപിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. If you are a person who remembers and keep reminding yourself of what God has done, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കുകയും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, you will become a man or a woman who fears God. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയും പുരുഷനുമായി മാറും. Hallelujah. Hallelujah. And
And that is a generation that God is looking. ദൈവം ആഗ്രഹിക്കുന്ന തലമുറ അങ്ങനെയുള്ളതാണ്. A generation that would fear Him. ദൈവത്തെ ഭയപ്പെടുന്ന തലമുറ. You know, it is so interesting. While 6 million people left Egypt for the promised land, ഇത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. 6 ദശലക്ഷത്തോളം വ്യക്തികൾ മിസ്രൈമിൽ നിന്ന് കടന്നു വന്നു. and none of them entered the promised land. അവരിൽ ആരും അവർ വാഗ്ദത്തദേശത്ത് പ്രവേശിച്ചില്ല. But there was a woman who was outside the covenant of Israel. എന്നാൽ ഇസ്രായേലിന്റെ ഉടമ്പടിക്ക് പുറമേയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. There was Rahab the prostitute. അത് വ്യഭിചാരിയായിരുന്ന അല്ലെങ്കിൽ വേശ്യസ്ത്രീ ആയിരുന്ന രാഹാബായിരുന്നു. I'm not going to look at the scriptures right now. അതിന്റെ വേദഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. But she was a woman who feared God. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. She had no clue who is this Jehovah God. ഈ യഹോവ ആകുന്ന ദൈവം ആരെന്ന് തനിക്ക് അറിയുകയില്ല. She had only had a hearsay. എന്നാൽ താൻ കേട്ടതായിട്ടുള്ള ചില പരിചയം മാത്രമേ But that was enough for her to have fear of God. എന്നാൽ ദൈവഭയം ഉണ്ടാകുവാനായിട്ട് തനിക്ക് അത്രയും മതിയായിരുന്നു. Many of us are coming to church Sunday after Sunday. നമ്മിൽ പലരും ഞായറാഴ്ച തോറും സഭയിൽ വരുന്നു. Listening after sermon. ഓരോരോ ദൂതുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. But we are not trembling before God. എന്നാൽ ദൈവമുമ്പാകെ നാം വിറയ്ക്കുന്നില്ല. Here was Rahab the prostitute. ഇവിടെ വേശ്യസ്ത്രീ ആയിരിക്കുന്ന രാഹാബ് Outside the covenant of Israel. ദൈവത്തിന്റേതായിട്ടുള്ള ഉടമ്പടിക്ക് പുറകെ She said, I heard what God has done. ഞാൻ കേട്ടിരിക്കുന്നു ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് അവൾ പറയുകയാണ്. What God has done with the Red Sea. ദൈവം ആ ചെങ്കടലിനെ സംബന്ധിച്ച് ദൈവം എന്ത് ചെയ്തെന്ന് എനിക്കറിയാം. What God did to the Egyptians. ദൈവം ഇസ്രായേലിനോട് എന്ത് ചെയ്തെന്ന് എനിക്കറിയാം. And therefore she feared God. അതുകൊണ്ട് അവൾ ദൈവത്തെ ഭയപ്പെട്ടു. And because she feared God, അവൾ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ God brought her into the covenant with Israel. ദൈവം ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് അവളെ കൊണ്ടുവന്നു. Those who didn't fear God ദൈവത്തെ ഭയപ്പെടാത്തവരെ സംബന്ധിച്ച് went outside the covenant. അവർ ഈ ഉടമ്പടിക്ക് പുറമേ പോയി. They perished in the wilderness. അവർ മരുഭൂമിയിൽ അവർ നശിച്ചുപോയി. When you remember God, നിങ്ങൾ ദൈവത്തെ ഓർക്കുമ്പോൾ you will become a man or woman who fears God. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന സ്ത്രീയും പുരുഷനുമായി. Today God wants us to fear Him. ഇന്ന് ദൈവത്തിന് ആഗ്രഹം നാം ദൈവത്തെ ഭയപ്പെടണമെന്നാണ്. Not to be afraid of Him. ദൈവത്തെ ഭയപ്പെടുവാനല്ല. Not to be paranoid of Him. അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് ഭയപ്പെട്ട് തകർന്നു പോകുവാനല്ല. But to be having a fear of God. എന്നാൽ ബഹുമാനത്തോടുകൂടെ ഉള്ളൊരു ഭയം ഉണ്ടാകുവാൻ. To be in awe of God. ദൈവത്തെ സംബന്ധിച്ച് വലിയ ഭയഭക്തി ബഹുമാനം. Remembering can also lead to one more thing. ഓർമ്മിക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മളെ സഹായിക്കുന്നു. Let's look into 1 Kings chapter 11 verse 1 to 6. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റേതായിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Here it says about King Solomon. ശലോമോൻ രാജാവിനെ കുറിച്ച് പറയുകയാണ്. You know, it says in verse 1, but King Solomon loved many foreign women as well as the daughter of Pharaoh, women of the Moabites, Ammonites, Edomites, Sidonians and Hittites. From the nation of whom the Lord had said to the children of Israel, you shall not intermarry with them, nor they with you. Surely they will turn away your hearts after their gods. Solomon clung to these in love, and he had 700 wives and princes, 300 concubines, and his wives turned away his heart. For it was so, when Solomon was old, his wives turned his heart after other gods, and his heart was not loyal to the Lord his God, as was his heart of his father David. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാർത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോടുകൂടെ കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ. അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവന് 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. You know, God told people of Israel, do not intermarry with other
with people of other with foreign women. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാകുന്നു അന്യ ജാതികളിൽ നിന്നുള്ളവരെ വിവാഹം കഴിക്കരുത് എന്നുള്ളത്. Where did God say that? God spoke that in the book of Deuteronomy. അത് എവിടെയാണ് ദൈവം പറഞ്ഞത്? അത് ആവർത്തന പുസ്തകത്തിലാണ് ദൈവം പറഞ്ഞത്. So you see, Solomon conveniently forgot that. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു ശലോമോൻ സൗകര്യാർത്ഥം അത് വിസ്മരിക്കുകയാണ്. And his Bible says that he clung to these in love. അതോടൊപ്പം തന്നെ തിരുവചനം പറയുന്നത് ശലോമോൻ ഇവരോട് സ്നേഹത്താൽ പറ്റിച്ചേർന്നു. His wives turned his heart away. തന്റെ ഭാര്യമാർ തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി. Then his wives turned away the heart to other gods. അതിനുശേഷം മറ്റുള്ള ദൈവങ്ങളിലേക്ക് തന്റെ ഹൃദയത്തെ ചായ്ച്ചു. And in verse 6 it says Solomon did evil in the sight of the Lord and did not fully follow the Lord. അതിനുശേഷം ആറാമത്തെ വാക്യം പറയുന്നത് യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ ദൈവത്തിന് അല്ലെങ്കിൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. If we don't remember, നാം ഓർക്കുന്നില്ല എങ്കിൽ we tend up forgetting God, നാം ദൈവത്തെ മറക്കുവാൻ തുടങ്ങും. turning away from God ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങും. and his ways, ആ ദൈവത്തിന്റെ വഴികളിൽ നിന്നും and have our own gods inside us. നമ്മളുടേതായിട്ടുള്ള ദൈവങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് വെക്കും. And we end up, I want to tell you this, we will end up doing evil in the sight of God. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, നാം ഒരു സമയം വരുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തുടങ്ങും. It is a slow process. അതൊരു പതുക്കെ ഉള്ള ഒരു യാത്രയാണ്. We may not realize that's happening. നാം ഒരുപക്ഷെ ഓർക്കുകയില്ല അല്ലെങ്കിൽ നാം മനസ്സിലാക്കുകയില്ല ഇത് സംഭവിക്കുന്നു You എന്നുള്ളത്. have to remind yourself of what does God has spoken. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കണം, അതായത് ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു. You know, the Bible says, this same Solomon said, bind, Lord, let me bind your commandments into my neck, Lord, let me write it on the tablets of my heart. ഇത് ശലോമോൻ തന്നെ പറയുകയാണ്, കർത്താവേ അങ്ങയുടെ കൽപ്പനകൾ എന്റെ കഴുത്തിന് ചുറ്റും ഞാൻ കെട്ടട്ടെ, അതിന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതട്ടെ എന്ന് പറയുകയാണ്. You got to remind yourself of the scriptures. നിങ്ങളെ തന്നെ ഈ ദൈവവചനം നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. You got to remind yourself of what God has spoken to you. ദൈവം എന്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതായുണ്ട്. You got to remind yourself, what is the purpose of my life? എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും പദ്ധതിയും എന്തെന്നുള്ളത് നിങ്ങളെ തന്നെ You ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. got to remind yourself that I am called for God and called to love God. ഞാൻ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. Else we will forget to love God. അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുവാൻ നാം മറന്നുപോകും. And just like how Solomon loved foreign women, ശലോമോൻ എപ്രകാരം മറ്റു സ്ത്രീകളെ സ്നേഹിച്ചുവോ and we will love foreign gods. അതുപോലെ തന്നെ മറ്റു ദൈവങ്ങളെ നാം സ്നേഹിക്കും. And God wants our heart completely for us. ദൈവത്തിന്റെ ആഗ്രഹം പൂർണ്ണമായും നമ്മുടെ ഹൃദയം ദൈവത്തിന് നൽകണമെന്നാണ്. Can we take a moment and tell God, my heart is completely for you? നമുക്ക് അല്പസമയം എടുത്തുകൊണ്ട് പറയുവാൻ കഴിയുമോ, ദൈവമേ എന്റെ ഹൃദയം പൂർണ്ണമായി അങ്ങേക്കുള്ളത്. My heart, my spirit, soul, body is for you, Lord. എന്റെ ശരീരവും എന്റെ ദേഹിയും എന്റെ ആത്മാവും എല്ലാം അങ്ങേക്കുള്ളത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Let's look into 1 Samuel chapter 1 verse 19 to 20. It talks about a woman here. 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. You all know it's a story of Hannah. ഇത് ഹന്നായുടേതായിട്ടുള്ള കഥയാണ്. And then they rose early in the morning and worshipped the Lord and returned and came to their house at Ramah. And Elkanah knew Hannah his wife, and the Lord remembered her. So it came to pass in the process of time that Hannah conceived and bore a son and called his name Samuel, saying, because I asked for him from the Lord. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. Hannah had been barren for several years because the Bible says Lord closed her womb. ഹന്ന അനേക വർഷങ്ങൾ മച്ചിയായിട്ടിരുന്നു, കാരണം തിരുവചനം പറയുന്നു യഹോവ അവളുടെ ഗർഭപാത്രം അടച്ചു എന്നുള്ളത്. Hannah sought the Lord and said, Lord, if you give me a son, I will give the son back to you. ഹന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള സന്നിധിയിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് എനിക്കൊരു ശിശുവിനെ നൽകുമെങ്കിൽ ഞാൻ അവനെ ദൈവത്തിന് തന്നെ മടക്കി നൽകും. And the Bible says the Lord remembered her. തിരുവചനം പറയുന്നത് ദൈവം ഹന്നയെ ഓർത്തു. Now what does it mean God remembered her? Was it like until that
until that point, God forgot about Hannah? ആ ദൈവം ഹന്നയെ ഓർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആ നിമിഷം വരെ ദൈവം ഹന്നയെ കുറിച്ച് മറന്നുപോയെന്നാണോ? God remembered Hannah does not mean he had actually forgotten her. ദൈവം ഹന്നയെ ഓർത്തു എന്ന് പറയുമ്പോൾ ദൈവം ഹന്നയെ മറന്നുപോയി എന്നല്ല അതിന്റെ അർത്ഥം. For the Lord cannot forget anything. ദൈവത്തിന് ഒന്നും മറക്കുവാൻ കഴിയുകയില്ല. But the scripture says when the Lord remembers something, it means that he is acting according to his covenant promise at his right time. അപ്പോൾ ദൈവം ഇപ്രകാരം ഓർത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമയത്തിൽ ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരമുള്ള ചില കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. So when the Lord remembered Hannah, it means that God probably got up from his throne and said, it is time to act on Hannah's request. അതുകൊണ്ട് ദൈവം ഹന്നയെ ഓർത്തു എന്ന് പറയുമ്പോൾ ദൈവം ഉടൻ തന്നെ പറയുകയാണ് ഹന്നയുടേതായിട്ടുള്ള അപേക്ഷയിൽ പ്രവർത്തിക്കുവാനുള്ള The സമയമായിരിക്കുന്നു. time has been fulfilled. ഈ സമയം കാലസമ്പൂർണത വന്നിരിക്കുന്നു. It is my time now to act. ഇപ്പോൾ എനിക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. Until this time she's been praying to me. ഈ സമയം വരെ അവൾ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Hallelujah. Hallelujah. I sense today prophetically it is God's time for some of us. ഞാൻ ഇന്ന് പ്രവചനാത്മകമായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു, അതായത് നമ്മളിൽ ചിലർക്ക് വേണ്ടിയുള്ള You സമയമായിരിക്കും. have been asking Lord for healing. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. Hallelujah. Hallelujah. I sense Lord healing kidney related diseases. വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. If you are seeking that, I just want you to raise your hand, or for maybe your spouse or somebody in your family. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അപ്രകാരമുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിയാട്ടെ. I want to release healing into you, Lord Jesus. ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. Healing into the church. യേശുവിന്റെ നാമത്തിൽ സഭയിൽ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. Healing into the church, Lord. സൗഖ്യം For പ്രഖ്യാപിക്കുന്നു. every raised hand, there be a healing, O Lord. എല്ലാ ഉയർന്നിരിക്കുന്ന കരങ്ങളുടെ മേലും ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. In Jesus name. Lord, is there anything hard for you? കർത്താവേ, അങ്ങേക്ക് പ്രയാസകരമായിട്ട് ഒന്നുമില്ലല്ലോ. All things are possible. സകലതും അങ്ങേക്ക് സാധ്യം. It is time, O Lord. സമയമായിരിക്കുന്നു. Oh, the Lord is saying, I am remembering somebody here today. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഞാൻ ചിലരെ ഈ സമയം ഓർക്കുന്നു. I am remembering families today. ഞാൻ ഇപ്പോൾ കുടുംബങ്ങളെ ഓർക്കുന്നു. Oh, I want to declare salvation upon some families. ഈ ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ രക്ഷ The പ്രഖ്യാപിക്കുന്നു. Lord is remembering some of your prayers for your loved ones. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സംബന്ധിച്ചുള്ള പ്രാർത്ഥന കർത്താവ് ഓർക്കുന്നു. You have been praying, Lord, for your loved one, for your husband, Lord, let them come to faith. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി എല്ലാം വിശ്വാസത്തിൽ വരുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. I pray in Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. There be a healing, Lord. ഒരു സൗഖ്യം സംഭവിക്കട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. The Lord remembered Hannah. കർത്താവ് ഹന്നയെ ഓർത്തു. He knew it was his time to act on her behalf. ദൈവത്തിന് അറിയാമായിരുന്നു ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തന്റെ സമയമായിരിക്കും. Now when the Lord remembered Hannah, ദൈവം ഹന്നയെ ഓർത്തപ്പോൾ what did Hannah do? ഹന്ന എന്ത് ചെയ്തു? I have to look in 1 Samuel chapter 1 verse 27 to 28. 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. The Lord had by that time had opened her womb and she bore a beautiful son. തന്റെ ഗർഭപാത്രം ദൈവം തുറന്ന് ഒരു ബാലനെ താൻ പ്രസവിച്ചു. For this verse 27, for this child I pray, and the Lord has granted me my petition, which I asked of him. Therefore I also have lent him to the Lord. As long as he lives, he shall be lent to the Lord. So they worship the Lord there. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. Listen to me. Do you know that Hannah had many more children? നിങ്ങൾക്ക് അറിയാമോ ഹന്നയ്ക്ക് പിന്നെയും മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത്? She didn't go into the promised land just like that. She went and picked her stone. അതുപോലെ അല്ല താൻ ആ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിച്ചത്. താൻ മടങ്ങിപ്പോയി ആ കല്ല് പറക്കിയെടുത്തു. In other words, I want to tell you, Hannah remembered the Lord. എന്നാൽ മറ്റൊരു ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഹന്ന ദൈവത്തെ ഓർത്തു. Many of us want God to remember us, but we are not willing to remember God. നമ്മിൽ പലർക്കും ദൈവം നമ്മെ ഓർക്കണം, എന്നാൽ നാം ദൈവത്തെ ഓർക്കുവാൻ നാം തയ്യാറല്ല. She knew God gave her the baby. തനിക്ക് അറിയാം ദൈവമാകുന്നു തനിക്ക് ഈ കുഞ്ഞിനെ തന്നത്. And therefore she decides, Lord, I'm going to give back this baby. അതുകൊണ്ട് താൻ തീരുമാനിക്കുകയാണ്, ഈ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. You know, when she saw the blessing, she did not forget God.
താൻ അനുഗ്രഹം കണ്ടപ്പോൾ ദൈവത്തെ മറന്നില്ല. She remembered her promise. താൻ ദൈവം തനിക്ക് നൽകിയതായുള്ള വാഗ്ദത്തം ഓർത്തു. Therefore, after she had weaned Samuel, she brings him to the house of the Lord. അതുകൊണ്ട് മുലകുടി മാറിയതിനു ശേഷം ശമൂവേലിനെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. In 1 Samuel chapter 2 verse 18 to 21. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Samuel was ministering before the Lord, a boy wearing a linen ephod. And each year his mother made a little robe and took it to him when he went up with her husband to offer the annual sacrifice. Eli would bless Elkanah and his wife, saying, "May the Lord give you children by this woman to take place of the one that she prayed for and gave to the Lord." Then they would go home. And the Lord was gracious to Hannah. She gave birth to 3 sons and 2 daughters. Meanwhile, the boy Samuel grew up in the presence of the Lord. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലി എൽക്കനായെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. Do you know that Hannah had to give her best? നിങ്ങൾക്കറിയാമോ, ഹന്നയ്ക്ക് തന്റെ മികച്ചത് കൊടുക്കേണ്ടി വന്നു. Each year she would come to see her son. ഓരോ വർഷവും തന്റെ മകനെ കാണുവാൻ അവൾ വരും. Her son would remind her of the faithfulness of God. ആ കുഞ്ഞ് ദൈവത്തിൻ്റെതായുള്ള വിശ്വസതയെ അവളെ ഓർപ്പിക്കും. You know, each time we got to see something in our lives, be it anything, be it the clothes that you wear, it got to remind you of the faithfulness of God. ഓരോ ദിവസവും നാം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അതൊരു പക്ഷേ നമുക്കുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, അത് ദൈവത്തിന്റെ വിശ്വസതയും നന്മയും ഓർമ്മിപ്പിച്ചേ മതിയാകും. The Bible says Eli blessed her. തിരുവചനം പറയുന്നത് ഏലി അവളെ അനുഗ്രഹിച്ചു എന്നാണ്. Eli was a high priest who was out of favor of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രീതിക്ക് പുറത്തുള്ള ഒരു മഹാപുരോഹിതനായിട്ട് അവിടെ നിൽക്കുകയാണ് ഈലായി. But it didn't matter even if an out of favor high priest would bless her. എന്നാൽ ദൈവത്തിൻ്റെതായുള്ള വഴിയിൽ അല്ലാതെ നിൽക്കുന്ന ഒരു പുരോഹിതനാണെങ്കിൽ പോലും ആ അനുഗ്രഹത്തിന് വില ഉണ്ടായിരുന്നു. Because God had already blessed her. കാരണം ദൈവം അവളെ അനുഗ്രഹിച്ചല്ലോ. Because Hannah remembered her promise to God. കാരണം ഹന്ന ദൈവത്തോടുള്ള തന്റേതായിട്ടുള്ള ആ വാഗ്ദത്തം ഓർത്തു. And therefore, അതുകൊണ്ട് the Lord was gracious to Hannah. ദൈവം ഹന്നായോട് കൃപയുള്ളവനായി. He gave her birth to 3 sons and 2 daughters. 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. She remembered her vows to the Lord. ദൈവത്തോടുള്ള തന്റേതായിട്ടുള്ള ആ പ്രതിജ്ഞ അവൾ ഓർത്തു. I want all of us to take a minute to about your vows to God, the things that you promised God. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓർക്കുവാൻ നിങ്ങൾ ഇപ്പോൾ അല്പസമയം എടുത്താണ്. Many of us are experts in reminding God of His promise to us. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്തെന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കാൻ നമ്മളിൽ പലരും വളരെ മിടുക്കന്മാരാണ്. But let's take a minute to remind ourselves of what we promised God. എന്നാൽ നമ്മെ ഇപ്പോൾ സമയമെടുത്ത് നമുക്ക് തന്നെ ഓർമ്മിപ്പിക്കാം നാം ദൈവത്തോട് എന്തെല്ലാം ഉറപ്പുകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. Psalm 77 verse 10 to 11. സങ്കീർത്തനം 77-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, And I said, "This is my anguish, but I will remember the years of the right hand of the Most High. I'll remember the works of the Lord. Surely I'll remember your wonders of old." എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. The psalmist is saying, "I'm having anguish, സങ്കീർത്തകൻ പറയുകയാണ്, എനിക്ക് കഷ്ടതയുണ്ട്, but I will remember the works of the Lord. എന്നാലും ഞാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയെ ഞാൻ ഓർക്കും. I will remember these wonders of the old." പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. You know, many of us, we are looking forward for tomorrow's wonder. നമ്മിൽ പലരും നാളത്തെ അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിച്ചു But നിൽക്കുകയാണ്. we forget yesterday's wonder. എന്നാൽ ഇന്നലത്തെ അത്ഭുതം നാം മറന്നു പോകുന്നു. How many of you had food on your tables yesterday? എത്ര പേർക്ക് മേശമേൽ ഇന്നലെ ആഹാരമുണ്ടായിരുന്നു? Oh, I think people decided had no food yesterday. ഈ വശത്തുള്ളവർക്ക് ഇന്നലെ ഭക്ഷണമില്ലായിരുന്നു തോന്നുന്നു. All of us who had food on our tables yesterday. ഇന്നലെ നമുക്ക് എല്ലാവർക്കും മേശമേൽ ഭക്ഷണമുണ്ടായിരുന്നു. Can you thank God for that wonder? ആ അത്ഭുതത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയാൻ Can you കഴിയുമോ? thank for that wonder? ആ അത്ഭുതത്തിന് വേണ്ടി നന്ദി പറയുവാൻ കഴിയുമോ? Hallelujah. ഹല്ലേലൂയ.
It's a choice that psalmist is making. സങ്കീർത്തകൻ എടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണത്. I know there is anguish. തീർച്ചയായിട്ടും കഷ്ടതയുണ്ട്. Not everything is good. എല്ലാം വളരെ നന്നായിട്ടല്ല But പോകുന്നത്. instead of self-pity and bitterness, എന്നാൽ ആ കയ്പിന് അനുഭവത്തിലും സ്വയം പരിതപിക്കുന്ന സാഹചര്യത്തിനും പകരെ the psalmist is making a different choice. എന്നാൽ സങ്കീർത്തകൻ വ്യത്യസ്തമായ ഒരു തീരുമാനം I എടുക്കുകയാണ്. want to remember the works of the Lord. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ I ഓർക്കും. will bring to mind what he has done in the past. ദൈവം മുൻപ് അല്ലെങ്കിൽ പണ്ട് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. That's one way that you can get out of depression. ഈ വിഷാദത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്ന ഒരു രീതി ഇങ്ങനെയാകും. Is to remember God. ദൈവത്തെ ഓർക്കുവാൻ. Remember his goodness. ദൈവത്തിന്റെ നന്മകളെ ഓർക്കുക. Hallelujah. ഹല്ലേലൂയ. I want to tell God loves to remember. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് ഓർക്കാൻ ഇഷ്ടമാണ്. Leviticus chapter 26 verse 45. ലേവ്യ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ താഴെയുള്ള 45-ാമത്തെ വാക്യം. The Bible is saying, for their sake I'll remember the covenant of their ancestors. തിരുവചനം പറയുകയാണ്, ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകയും മിസ്രൈം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവ്വന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. You know, God loves to remember. ദൈവത്തിന് ഓർക്കുവാൻ ഇഷ്ടമാണ്. Even if you don't remember, God remembers every promise that He's made to you. നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും നിങ്ങളോട് ദൈവം ചെയ്തിരിക്കുന്ന സകല വാഗ്ദത്തവും ദൈവം ഓർക്കുന്നു. He remembers every prayer that you have prayed. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവം ഓർക്കുന്നു. He remembers every tear that you have shed. നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കണ്ണുനീരുകളും ദൈവം ഓർക്കുന്നു. He remembers every bitterness and every kind of all the state of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ കയ്പും എല്ലാ ഹൃദയത്തിന്റെ അവസ്ഥയും ദൈവം അറിയുന്നു. And God is saying, I'll still remember. ദൈവം പറയുകയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. Because He is a God that loves to remember. കാരണം ദൈവം ഓർക്കുവാൻ ഇഷ്ടമുള്ള ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. There are some things that He does not want to remember. ദൈവത്തിന് ഓർക്കുവാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. That is our sins. അത് നമ്മുടെ പാപങ്ങളാണ്. But He loves to remember because He's our Father. എന്നാൽ നമ്മുടെ പിതാവായതിനാൽ ദൈവം നമ്മെ ഓർക്കുവാൻ How many ഇഷ്ടപ്പെടുന്നു. of you parents that you love to remember the children? എത്ര പേർ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഓർക്കാൻ ഇഷ്ടമാണ്? Or the way that they were growing up? അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ആ കാര്യങ്ങളെ കുറിച്ച്. You know, that's how God is also. ദൈവവും അതുപോലെയാണ്. He loves to remember you. ദൈവത്തിനും നിങ്ങളെ കുറിച്ച് ഓർക്കുവാൻ ഇഷ്ടമാണ്. And God, in fact, God has a book of remembrance. അതോടൊപ്പം തന്നെ ഓർമ്മയുടെ ഒരു പുസ്തകത്തെ കുറിച്ച് തിരുവചനം പറയുന്നു. In Malachi it says, മലാക്കിയുടെ പുസ്തകം in 3 verse 16 to 18, 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, those who feared God spoke to one another, and the Lord listened and heard them, and a book of remembrance was written for them. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. Now, why does God need a book of remembrance? Is it that God forgets? എന്തുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ആവശ്യം? ദൈവം മറന്നു പോകുന്നത് കൊണ്ടാണോ? You know, that book of remembrance is for us to know that God is serious about us. അത് നമുക്ക് വേണ്ടിയാണ്. ദൈവം നമ്മെക്കുറിച്ച് ഗൗരവത്തോടെ കാണുന്നു എന്ന് നാം അറിയേണ്ടതിനാകും. God is serious about those who fear Him. ദൈവത്തെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ച് ദൈവം അവരെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടെ കാണും. So God has a book of remembrance for us. ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് ഒരു സ്മരണ പുസ്തകമുണ്ട്. Tell the person next to you, you are in that book of remembrance. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങൾ ആ സ്മരണ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. Isn't that a good God today we have? ഇന്ന് നമുക്കുള്ള ആ ദൈവം നല്ല ദൈവമല്ല. And I'm just imagining that huge book. ഞാൻ ഓർക്കുകയാണ് ആ വലിയ പുസ്തകത്തെ കുറിച്ച്. God is writing down things about us. ദൈവം നമ്മെ കുറിച്ച് കാര്യങ്ങളെല്ലാം എഴുതുകയാണ്. Hallelujah. ഹല്ലേലൂയ. What is the heart of God? ദൈവത്തിന്റെ ഹൃദയം എന്താണ്? You know, when it comes to remembrance. ഓർമ്മിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, In Isaiah it says 49 verse 14 to 16. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ താഴെയുള്ള 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, You know, Zion, which is God's chosen, God's city, it says, Lord has forsaken me and my God has forgotten me. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. Today some people in the church are thinking like that. ഇന്ന് സഭയിലെ ചില വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്നു. My God has forsaken me. ദൈവം എന്നെ തള്ളിക്കളഞ്ഞു. My God has forgotten me. ദൈവം എന്നെ മറന്നു കളഞ്ഞു. Some of you are thinking in those terms and you're going into depression after depression. നിങ്ങളിൽ ചിലർ അങ്ങനെ ചിന്തിച്ച് വീണ്ടും ആ വിഷാദത്തിൻ്റെതായുള്ള കെട്ടുകളിലേക്ക് പോവുകയാണ്. But here is God answering. എന്നാൽ ദൈവം ഇവിടെ അതിന് ഉത്തരം നൽകുകയാണ്. Can a woman forget her nursing child? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? And not have compassion on the son of her womb? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? Surely they may forget. അവർ മറന്നു കളഞ്ഞാലും, But Lord is saying, yet I will not forget you. ഞാൻ നിന്നെ മറക്കുകയില്ല. See, I have inscribed you in the palms of my hand. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. Your walls are continually before me. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. Hallelujah. Hallelujah. God is saying, I can never forget you. ദൈവം പറയുകയാണ്, എനിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കുവാൻ God's കഴിയുകയില്ല. nature is such
ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. He can never forget us. ദൈവത്തിന് ഒരിക്കലും നമ്മെ മറക്കുവാൻ We may കഴിയില്ല. forget him. ഒരുപക്ഷെ നാം ദൈവത്തെ That is മറക്കുമായിരിക്കാം. why God is telling, remember him. അതുകൊണ്ടാകുന്നു ദൈവം പറയുന്നത് ആ ദൈവത്തെ ഓർക്കുക. You know, does God need to remember us? ദൈവത്തിന് ശരിക്കും നമ്മെ ഓർക്കേണ്ട ആവശ്യമുണ്ടോ? Does God need to inscribe us in the palms of his hand? ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ നമ്മെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? He can have his angels to remind him. ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരോട് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ പറയാം. But he chooses to remind him about us himself. He takes that duty upon himself. എന്നാൽ ദൈവം ആ ഉത്തരവാദിത്തം താൻ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. And I want to tell you this. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയട്ടെ. It is impossible for God to forget us. ദൈവത്തിന് നമ്മെ മറക്കുവാൻ സാധ്യമല്ല. Tell yourself, it is impossible for God to forget me. നിങ്ങളോട് തന്നെ പറഞ്ഞാട്ടെ, ദൈവത്തിന് എന്നെ മറക്കുവാൻ സാധ്യമല്ല. It's just impossible. ദൈവത്തിന് സാധ്യമല്ല. God cannot do that. ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുകയില്ല. If there is anything that God cannot do, that is for God to forget you. എന്തെങ്കിലും ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തതുണ്ടെങ്കിൽ നമ്മെ മറക്കുക എന്നുള്ളതൊക്കെയാണ്. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. നന്ദി ദൈവമേ. You know, the Lord wants us to have a remembering heart. കർത്താവിന്റെ ആഗ്രഹം നമുക്ക് ദൈവത്തെ ഓർക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണമെന്നാണ്. Not a forgetful heart. അത് മറക്കുന്നതായിട്ടുള്ള ഹൃദയമല്ല, A heart that wants to remember. എന്നാൽ ദൈവത്തെ ഓർക്കുവാൻ കഴിയും. In Deuteronomy chapter 8, ആവർത്തന പുസ്തകത്തിന്റെ 8-ാം verse അധ്യായത്തിൽ 11 to 12, 11 to 20. 11 മുതൽ 20 വരെയുള്ള വാക്കുകൾ നാം നോക്കുമ്പോൾ, Listen, this is a very, Deuteronomy is a very key book in the Bible. നിങ്ങൾ ശ്രദ്ധിച്ചാടെ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ വളരെ സുപ്രധാനമായിട്ടുള്ള പുസ്തകമാണ്. It is for the generation that was entering the promised land. അത് ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. And it is for us that are waiting to enter the promised land that God has promised us. നാം ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. And in this book, God is saying, ഈ പുസ്തകത്തിൽ ദൈവം പറയുകയാണ്, verse 11, the Lord is saying, beware. Do not forget the Lord your God by not keeping his commandments, his judgments, his statutes, which I command you today. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാൻ. When the Lord is saying beware, we gotta be beware. ദൈവം ഓർക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം സൂക്ഷിക്കുക തന്നെ ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. It says, when you have eaten and are full and have built beautiful houses and dwell in them, when your herds and your flocks multiply, your silver and gold are multiplied, and all that you have is multiplied, when your heart is lifted up, you forget the Lord or your God, who brought you out of the land of Egypt, from the house of bondage, who led you through that great and terrible wilderness, in which there were fiery serpents and scorpions in the thirsty land, where you had no water, who brought water out of you the flinty rock, who fed you in the wilderness manna, your fathers did not know, that he might humble you, he might test you to do good in the end, that you say in your heart, my power and the might of my hand have gained me this wealth. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാതെ മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. And verse 18, you shall remember the Lord your God. 18-ാമത്തെ വാക്യം പറയുന്നത് നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. Hallelujah. ഹല്ലേലൂയ. There is a heart that can be forgetful. മറന്നു പോകാവുന്ന ഹൃദയം ഉണ്ടാകാൻ കഴിയും. A forgetful heart is a heart of pride. മറന്നു പോകുന്ന ഹൃദയം എന്ന് പറയുന്നത് അത് നിഗളമുള്ള ഹൃദയമാണ്. It says that in the verse 17 it says, my power and the might of my hand have gained me this wealth. 17-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാകുന്നു, എൻ്റെ ശക്തിയും എൻ്റെ കൈകളുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി. That's a heart of pride and arrogance. അത് നിഗളത്തിൻ്റെതായിട്ടുള്ളതും ധാർഷ്ട്യത്തിൻ്റെതായിട്ടുള്ള ഹൃദയമാകും. A remembering heart remembers the goodness of God. ഓർക്കുന്ന ഹൃദയം ദൈവത്തിന്റെ നന്മയെ ഓർക്കുന്നു. Paul said, I am a chief of sinners. പൗലോസ് അപ്പോസ്തലൻ പറയുകയാകുന്നു, ഞാൻ പാപികളിൽ പ്രധാനി. He didn't forget where he came from. താൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് താൻ മറന്നില്ല. He didn't forget his encounter on the road to
Damascus. ദമസ്കസിലേക്കുള്ള വഴിയിൽ ദൈവവുമായിട്ടുള്ള തന്റെ കണ്ടുമുട്ടൽ താൻ മറന്നില്ല. A forgetful heart is a heart of pride. അപ്പോൾ മറക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് നിഗളമുള്ള ഹൃദയമാണ്. A remembering heart is a heart of humbleness. ഓർക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് താഴ്മയുള്ള A ഹൃദയമാണ്. heart of meekness. അത് താഴ്മയുടേതായുള്ള ഹൃദയമാണ്. God wants us to have a remembering heart. ദൈവത്തിന് ആഗ്രഹം ഓർക്കുന്ന ഹൃദയം നമുക്കുണ്ടാകുവാനാണ്. A heart that forgets God does not value the mercy of God. ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ മറന്നു പോകുന്നതായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയെ വിലയുള്ളതായി കരുതുന്നില്ല. God is reminding how he delivered the people from the wilderness and the fiery serpents. ദൈവം പറയുകയാകുന്നു എപ്രകാരം മരുഭൂമിയിൽ നിന്നും ആ സർപ്പങ്ങളിൽ നിന്നെല്ലാം ഈ ജനത്തെ രക്ഷിച്ചു എന്നുള്ളത്. A forgetful heart forgets the mercy of God. മറക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് മറന്നു പോകുന്നു. We know about the parable of that servant, of that unmerciful servant who received all the mercy from his master but was unmerciful to a fellow servant. എന്നാൽ നമുക്ക് ആ ഉപമ അറിയാം. രാജാവിൽ നിന്ന് കരുണ ലഭിച്ചതായുള്ള ദാസൻ എന്നാൽ തന്റെ കൂട്ടുവേലക്കാരൻ അല്ലെങ്കിൽ കൂട്ടുദാസനോട് താൻ കരുണ കാണിക്കുന്നില്ല. He forgot his master's mercy. തന്റെ യജമാനന്റേതായിട്ടുള്ള കരുണ താൻ മറന്നു. A heart that remembers God's mercy. ദൈവത്തിൻ്റെതായിട്ടുള്ള കരുണ ഓർക്കുന്നതായിട്ടുള്ള ഹൃദയം. I want to remind you this, a heart that remembers God's mercy. ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഇത് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കരുണ ഓർക്കുന്ന ഹൃദയം Is a broken and a contrite heart. അത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം. Hallelujah. Hallelujah. Such a heart the Lord will not despise. അങ്ങനെയുള്ള ഒരു ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കുകയും. Every day if you can remind yourself of the mercy of God, ഓരോ ദിവസവും ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുമെങ്കിൽ then you have started your day well. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസം നന്നായി ആരംഭിച്ചിരിക്കുന്നു. A forgetful heart forgets the source. മറക്കുന്നതായിട്ടുള്ള ഹൃദയം ഏത് സ്രോതസ് എനിക്കുണ്ട് എന്ന് മറന്നു പോകുന്നു. A forgetful heart will forget the one who has blessed him. ആര് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് മറക്കുന്ന ഹൃദയം മറന്നു പോകുന്നു. Solomon forgot the Lord blessed him. ശലോമോൻ ദൈവമാകുന്നു എന്നെ അനുഗ്രഹിച്ചത് എന്നുള്ളത് മറന്നുപോയി. A heart that remembers who blessed him will keep going back to God. ആര് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളത് ഓർക്കുവാൻ കഴിയുന്ന ഹൃദയം ദൈവത്തിങ്കിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിപ്പോകും. When the Lord says do not forget, ദൈവം മറന്നു പോകരുതെന്ന് പറയുമ്പോൾ it is because there is every chance that we may forget. നാം മറന്നു പോകാൻ എല്ലാ സാധ്യതയും ഉള്ളതുകൊണ്ടാണ്. How many of you have told your children do not forget? I am telling you this, but don't forget that. എത്ര പേർ നിങ്ങളുടെ മക്കളോട് പറഞ്ഞിരിക്കുന്നു ഞാനിത് പറയുകയാണ് നിങ്ങൾ മറന്നു പോകരുത് പറഞ്ഞിരിക്കുന്നു. Why is it that? എന്തുകൊണ്ടാണ് അങ്ങനെ? Because there is a chance that they may forget. കാരണം അവർ മറന്നു പോകാൻ സാധ്യതയുള്ളത്. And similarly the Lord, that's how God views us also. അതുപോലെ ആകുന്നു ദൈവം നമ്മളോടും ഇടപെടുന്നു. I got to tell these people to remind themselves. എനിക്ക് ഈ ജനത്തോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. So I want to give you a role today, every day one particular role. അതുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചുമതല അല്ലെങ്കിൽ റോൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. It is called CRO. അത് CRO എന്നാണ്. Chief Reminding Officer. നിങ്ങൾ ചീഫ് റിമൈൻഡിംഗ് ഓഫീസർ. You got to remind yourself. നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാൻ. Every day you got to remind yourself of God's mercy. ഓരോ ദിവസവും ദൈവത്തിന്റെ കരുണ നിങ്ങൾ തന്നെ ഓർക്കുക. You got to, if you want to know God's mercy, you got to read what God's word talks about his mercy. നിങ്ങൾ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കണം. If you want to know about God's love, you got to be in prayer and ask God. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കണം. So I want to remind you today. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് of God's word, ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തെക്കുറിച്ച്, of God's nature. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്. Remind yourself of what promise that God has spoken. ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചാട്ടെ. As I was preparing for this message, I remembered the promise of God upon this church. ഞാൻ ഈ ദൂതിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സഭയ്ക്ക് മേലുള്ള ദൈവത്തിൻ്റെതായുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് ഓർത്തു. We're going to pray for that. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. There is a promise upon that the church will flourish. സഭ പുഷ്ടിപ്പെടുമെന്നുള്ള ഒരു വാഗ്ദത്തമുണ്ട്. We will flourish. We will experience revival in the land. നാം ഈ ദേശത്ത് ഉണർവിനെ കാണുമെന്നുള്ള ഒരു വാഗ്ദത്തമുണ്ട്. And today we got to pray that prayer. ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പോകും. Hallelujah. Hallelujah. Lord, we thank you, Father. കർത്താവേ, പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. For every promise that you have spoken us. അങ്ങ് ഞങ്ങളുടെ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങൾക്കായി. When the Lord says the church will flourish, ദൈവം സഭ പുഷ്ടിപ്പെടുമെന്ന് പറയുമ്പോൾ, it is not like the church will buy a lot of land or something like that. അത് ഏതെങ്കിലും രീതിയിൽ സഭ ഒരുപാട് സമ്പത്തുണ്ടാക്കും, പുരയിടങ്ങൾ മേടിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. That may come or may not come, but when the Lord says the church will flourish, it means that each one of us
we will flourish in our walk with God. അതൊരു പക്ഷേ സംഭവിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ആ ഓട്ടത്തിൽ നടക്കുമായിരിക്കാം. എന്നാൽ പ്രധാനമായ ദൈവം ഉദ്ദേശിക്കുന്ന നാം ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള നമ്മുടെ നടപ്പിൽ പുഷ്ടിപ്പെടും. So I want you to put your hand on your head and say, I will flourish. അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ തലമേൽ വെച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ പുഷ്ടിപ്പെടും. This promise is for God, is for this church. ഇത് ദൈവം സഭയ്ക്കുമേൽ തന്നിരിക്കുന്നതിനുള്ള വാഗ്ദത്തമാണ്. And therefore I believe it's for each one of us sitting here. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതിവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ്. You will flourish. നിങ്ങൾ പുഷ്ടിപ്പെടും. I sense to say to the worship team that they will flourish. ആരാധന സംഘത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പുഷ്ടിപ്പെടും. I want to tell to the teams here, the media team here, that you will flourish. മീഡിയ ടീമിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ പുഷ്ടിപ്പെടും. If you have caught 20 nations, hallelujah, in this season you will catch many more. നിങ്ങൾ 20 രാജ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നുവെങ്കിൽ ഈ കാലത്തിൽ നിങ്ങൾ ഇനിയും അധികമായി വർദ്ധിക്കും. Hallelujah. Hallelujah. Lord, we want to pray that we will flourish in the city. കർത്താവേ, ഞങ്ങൾ ഈ പട്ടണത്തിൽ പുഷ്ടിപ്പെടുമെന്ന് ഞങ്ങൾ We പ്രാർത്ഥിക്കുന്നു. will flourish in the state, in this nation, Lord. ഞങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഞങ്ങൾ പുഷ്ടിപ്പെടും. Hallelujah. Hallelujah. Lord, I want to pray, Lord, they will flourish in our Lord, in our jobs, oh Lord. കർത്താവേ, ഞങ്ങളുടെ ജോലി മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾ പുഷ്ടിപ്പെടും. Let business flourish, Lord. ബിസിനസ്സുകൾ അത് പുഷ്ടിപ്പെടട്ടെ. Lord, I want to pray for us that we are flourishing, Lord, in our health. കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യ മേഖലയിൽ പുഷ്ടി ഉണ്ടാകട്ടെ. I sense the Lord saying, I'm going to heal people today. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ കേൾക്കുന്നു, ചിലരെ ഞാൻ സൗഖ്യമാക്കും. Hand movement related issues, I want to pray for healing right now in Jesus' mighty name. കൈയുടെ ചലനത്തിൻ്റെതായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം സംഭവിക്കുന്നു. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള Is there നാമത്തിൽ. anything too hard for him? The Lord is reminding us. ദൈവത്തിന് കഠിനമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. If you are having problem being reminded, നിങ്ങൾ ഓർമ്മിക്കുവാൻ പ്രയാസപ്പെടുന്നവരാകുന്നുവെങ്കിൽ I want to say the Holy Spirit is a spirit of remembrance. പരിശുദ്ധാത്മാവ് ഓർമ്മയുടെ ആത്മാവാകും. He brings to remembrance the words that Jesus spoke. യേശുക്രിസ്തു പറഞ്ഞതായിട്ടുള്ള സകല വാക്കുകളെയും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. Hallelujah. Today I sense the Holy Spirit reminding us of these promises. ഈ വാഗ്ദത്തങ്ങളെ കുറിച്ചെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്നു. Hallelujah. 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 Some of your children are crying in their homes. നിങ്ങളിൽ ചിലരുടെ മക്കൾ അവരുടെ ഭവനങ്ങളിൽ കരയുന്നു. Some of your grandchildren. നിങ്ങളുടെ കൊച്ചുമക്കൾ. I want to pray for the comfort of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം അവരുടെ മേൽ പ്രഖ്യാപിക്കുന്നു. I want to pray for the light of the gospel would come into your home. സുവിശേഷത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഭവനങ്ങളിൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. Sometimes you might be alone in your home in the faith. ഒരുപക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഭവനത്തിൽ ഏകരായിരിക്കാം. But the Lord is saying you are enough. എന്നാൽ കർത്താവ് പറയുന്നു അത് മതിയായത്. You are more than an army. നിങ്ങൾ ഒരു സൈന്യത്തെക്കാൾ മികച്ചതാകുന്നു. Hallelujah. There is a calling of God upon your lives, Lord. ദൈവത്തിന്റേതായിട്ടുള്ള ഒരു വിളി നിങ്ങളുടെ മേലുണ്ട്. Let the light shine. Hallelujah. ആ വെളിച്ചം പ്രകാശിക്കട്ടെ. Let the light shine, Lord. ആ വെളിച്ചം Let there പ്രകാശിക്കട്ടെ. be a flourishing in our homes. നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഒരു പുഷ്ടിയുടെ അനുഭവം ഉണ്ടാകട്ടെ. Hallelujah. Hallelujah. I sense the Lord healing shoulder pain today. കർത്താവ് ഇന്ന് തോളിൻ്റെതായുള്ള വേദന സൗഖ്യപ്പെടുത്തും. Shoulder pain, headaches. Hallelujah. തോളിൻ്റെതായുള്ള വേദനയും തലവേദനയും In Jesus' mighty name, I pray for a healing, Lord. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ സൗഖ്യം ഞാൻ പ്രാർത്ഥിക്കുന്നു. Thank you, Father. നന്ദി കർത്താവേ. Rekaba, Rabarandiana, Hanandiana, Rendiana. Hallelujah. Thank you, Jesus. Thank you, Lord. Father, we thank you, Lord, for all the promises of God. കർത്താവേ, അങ്ങയുടെ സകല വാഗ്ദത്തങ്ങൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. Lord, I pray that we will not have a forgetful heart. കർത്താവേ, ഞങ്ങൾക്ക് മറക്കുന്ന ഹൃദയം ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We will have a heart that keeps on reminding ourselves day in, day out. We will remind ourselves of the scriptures. കർത്താവേ, അനുദിനം അങ്ങയുടെ വാക്യങ്ങൾ, അങ്ങയുടേതായുള്ള വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹൃദയം ഞങ്ങൾക്കുണ്ടാകും. Let our hearts be open for the Holy Spirit to remind us, Lord. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Hallelujah. Hallelujah. Let our heart break if you are walking away from God, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിൽ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകട്ടെ. Thank you, Lord. നന്ദി In കർത്താവേ. Jesus' mighty name I pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. ആമേൻ.